ഓക്കെ ഫ്രണ്ട്സ്, എങ്കിൽ നമുക്ക് അല്പം നേരം പോക്കുകളാവാം. കാരണം ഒരല്പം ഹെവി ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ആ ഫ്ലുവൻസിയുടെ ടെക്നിക്കായിട്ടുള്ള സബ് കോൺഷ്യസ് വോയിസ് നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മുടെ മനസ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പതുക്കെ ഒന്ന് ഉണർന്നു വരട്ടെ. അതിനൊരല്പം സമയം നമുക്ക് കൊടുക്കാം, തിരക്ക് വേണ്ട. അപ്പൊ അത് വരാൻ വേണ്ടിയിട്ടുള്ള സമയം ഒരു 5-6 ദിവസം, ഒരു 5-6 ക്ലാസ്സുകൾ നമുക്ക് അതുവരെ നമുക്ക് ഇത്തിരി ഭാഷയുടെ കുറച്ച് നേരം പോക്ക് ഭാഗങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് പറയാൻ കാരണം, നമ്മൾ ഇത്തരം ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ പല ആളുകളും ഈ ഫോർമുല ഒക്കെ കേട്ട് കഴിയുമ്പോൾ പറയും, സംഗതി ടോട്ടൽ ലാംഗ്വേജിന്റെ ആ ഫോർമുല ഒക്കെ മനസ്സിലായി, ബട്ട് isn't there anything called the Pakka basics of language? That means, nouns, verbs, parts of speech, അങ്ങനെ പക്ക ബേസിക്സ് എന്ന് പറയും. ഈ പക്ക എന്ന വാക്ക് ഇംഗ്ലീഷാണ് കേട്ടോ. പക്ക ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കോഴ്സിൽ ഇല്ലേ, നിങ്ങളത് പറഞ്ഞു തരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. ആ ഒരു വിഷമം വേണ്ട. ഇനിയുള്ള കുറച്ച് ദിവസം നമുക്ക് ഇത്തരം നേരം പോക്കുകളിലൂടെ ഇത്തരം പക്ക ബേസിക്സ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പലതും നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, എന്നാലും അതിനൊരു ഡിഫറെന്റ് ആംഗിളിലൂടെ നമുക്കൊന്ന് കാണാം. ഒരു പക്ഷേ നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും ചില ഒരു ഭാഗങ്ങൾ ഈ ഒരു ഡിസ്കഷനിൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം. ലെറ്റ്സ് ഹോപ്പ് സോ. ഓക്കെ, അപ്പൊ ഈ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പക്ക ബേസിക്സിനെ കുറിച്ച് അന്വേഷിക്കുന്ന ആളുകളുടെ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു ഡോക്ടറുടെ അടുത്തേക്ക് ഒരു മിടുക്കൻ കാണാൻ പോയ കഥയാണ് ഓർമ്മ വരുന്നത്. മിടുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹീ സോ ഒബീസ്. ഒബീസ് എന്ന് പറഞ്ഞാല് പൊണ്ണത്തടിയാണ്. ഡോക്ടർ ഇയാളുടെ വെയിറ്റ് ഒക്കെ നോക്കിയപ്പോൾ ഡോക്ടർ ഞെട്ടിപ്പോയി. ബിക്കോസ് ഹി വെയ്സ് ഓൾമോസ്റ്റ് 250 കിലോസ്. 250 കിലോ വെയിറ്റ് ആണ്. എന്റെ വെയിറ്റ് തന്നെ നോക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 65-70 ഇടയിലുള്ളൂ, അത്രയും ഞാനുള്ളൂ. അപ്പൊ ഒരു 250 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓ മൈ ഗോഡ്, ദാറ്റ്സ് ഫാബുലസ്, ഔട്ട് ഓഫ് ദ ബോക്സ്, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പൊ ഡോക്ടർ ഇയാളോട് ചോദിച്ചു, ഇതിങ്ങനെ വെച്ച് തീറ്റ മാത്രമേ ഉള്ളൂ, ഇടയ്ക്കെങ്കിലും ഒന്ന് ഈ വെയിറ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ? ലാസ്റ്റ് ആയിട്ട് വെയിറ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും എത്രയായിരുന്നു നിങ്ങളുടെ തൂക്കമെന്ന് ചോദിച്ചു. അപ്പൊ ഈ പഹയൻ വളരെ ഇന്നസെന്റ് ആയിട്ട് പറയണം, ജസ്റ്റ് 3 കിലോസ്, വെറും 3 കിലോ ഉണ്ടായുള്ളൂ. ഇവനെ ജനിച്ച സമയത്ത് തൂക്കം നോക്കിയ കഥയാണ് ഇവൻ പറയണത്. അപ്പൊ അതുപോലെയാണ് നമ്മൾ ഈ പക്ക ഫണ്ടമെന്റൽസ് എന്ന് പറയുമ്പോൾ ഏറ്റവും താഴത്തേക്ക് പോകും. നമ്മൾ കഥകളൊക്കെ പറയുമ്പോൾ പറയില്ലേ, ഇനി നമുക്ക് ഒക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് ആദ്യം കൂദ്യം തുടങ്ങാന്ന് പറയും. അതുപോലെ പക്ക തുടക്കത്തിലേക്ക് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ പക്ക തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആ ഗ്രാഫ്, നിങ്ങൾ ആ ചിത്രം കണ്ടാൽ അറിയാൻ പറ്റും. ഒരു നേരം പോക്ക് ചിത്രമാണ്. ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ആ ഒരു പ്രസക്തി. അപ്പൊ നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് തന്നെ എന്താണെന്ന് ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കി നോക്കാം. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോൾ അത് നമ്മളൊരു സെന്റൻസിനെ കീറി മുറിക്കുമ്പോൾ കിട്ടുന്ന ഭാഗങ്ങളാണെന്ന് നമുക്കറിയാം. നമ്മൾ പലപ്പോഴും ഗ്രാമർ ക്ലാസ്സുകളിലോ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ലാംഗ്വേജ്, നിങ്ങളുടെ PDF ഫയൽ കണ്ടാൽ അറിയാൻ പറ്റും, ലാംഗ്വേജ് എന്ന ഒരു വാക്ക് അതിനെ കീറി മുറിച്ചു കഴിഞ്ഞാൽ 8 അക്ഷരമാണ് കിട്ടുന്നത്. ആ 8 അക്ഷരങ്ങൾ തന്നെയാണ് ആക്ച്വലി സെന്റൻസ് എന്ന വാക്കിനെ കീറി മുറിച്ചു കഴിഞ്ഞാലും 8 അക്ഷരം തന്നെയുള്ളൂ. അപ്പൊ ഈ സെന്റൻസിനും ലാംഗ്വേജിനും കോമൺ ആയിട്ട് സംതിങ് ഉണ്ട്. ദിസ് 2 വേർഡ്സ് ഹാവ് ഗോട്ട് സംതിങ് ഇൻ കോമൺ. അതിപ്പോ ഈ സെന്റൻസിന് മാത്രമല്ല, ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വാക്കാണ് മാരേജ്. ആക്ച്വലി മാരേജിനും സെന്റൻസിനും ലാംഗ്വേജിനും ഒക്കെ ഇറ്റ് ഹാസ് ഗോട്ട് സംതിങ് ഇൻ കോമൺ. ദാറ്റ് മീൻസ് ഒക്കെ ഈ 8ന്റെ പണി തരുന്ന സംഗതികളാണ്. മനസ്സിലായില്ലേ? ഒക്കെ 8 അക്ഷരങ്ങളാണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു കോമൺ ആയിട്ടുള്ള സംഭവം. മാരേജ് എന്ന വാക്കിനെ കുറിച്ചിട്ട് ഇംഗ്ലീഷിൽ നല്ലൊരു നേരം പോക്കുണ്ട്. മാരേജ് ഈസ് നോട്ട് എ സിമ്പിൾ വേർഡ്, ഇറ്റ്സ് എ സെന്റൻസ്. എന്നിട്ട് ഗൗരവം വിടാതെ അവർ പറയും എ ലൈഫ് ലോങ് സെന്റൻസ് എന്ന്. അവിടെ അതിന്റെ അർത്ഥം പറഞ്ഞാൽ അതിന്റെ തമാശ അറിയാൻ പറ്റുള്ളൂ. ലൈഫ് ലോങ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവപര്യന്റെ തടവുന്ന അർത്ഥം. ലൈഫ് ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതേ അർത്ഥമുണ്ട്, ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതേ അർത്ഥം തന്നെ കിട്ടും. അപ്പൊ മാരേജ് ഈസ് നോട്ട് എ സിമ്പിൾ വേർഡ്, ഇറ്റ്സ് എ സെന്റൻസ്, എ ലൈഫ് ലോങ് സെന്റൻസ് എന്ന് നല്ല ഹ്യൂമറസ് ആയിട്ട് പറയുന്ന ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ സെന്റൻസ് എന്ന ഈ സംഗതി അതിലും ഈ പറഞ്ഞ പോലെ ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. നമ്മൾ നോക്കൂ, ലാംഗ്വേജ് എന്ന ആ വാക്കിനെ കീറി മുറിച്ചപ്പോൾ നമുക്ക് 8 അക്ഷരങ്ങൾ കിട്ടി. അതുപോലെ തന്നെയാണ് സെന്റൻസിനെ കീറി മുറിക്കുമ്പോഴും കറക്റ്റ് 8 അക്ഷരങ്ങൾ. ദാറ്റ് മീൻസ് ലാംഗ്വേജിനെ കീറി മുറിച്ചാൽ നമുക്ക് 8 പാർട്സ് ആണ് കിട്ടുന്നത്. അത് തന്നെയാണ് ഈ സെന്റൻസ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ സെന്റൻസിനെ കീറി മുറിക്കുമ്പോൾ കിട്ടുന്ന ഈ 8 പാർട്സിനെ എന്തുകൊണ്ട് പാർട്സ് ഓഫ് സെന്റൻസ് എന്ന് പറയുന്നില്ല, എന്തുകൊണ്ടാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്? അത് തന്നെയാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സെന്റൻസ് എന്ന ഈ മിടുക്കന്റെ വിദ്വാന്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോൾ സംസാരിക്കുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, കുറേ ലാംഗ്വേജ് പരമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, എഴുത്തും വായനയും ഇതൊക്കെ ആയിട്ട്. ഇപ്പൊ ഒരു ഇമാജിൻ ചെയ്യുക, ഒരു വലിയൊരു ഒരു 5000 പേജുള്ള പുസ്തകം ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അതിലത്തെ എല്ലാ പേജുകളും ഏകദേശം ഒരുപോലെയല്ലേ? ആ ഒരു പേജിന്റെ അതേ സ്വഭാവം തന്നെയല്ലേ ബാക്കി എല്ലാ പേജുകൾക്കും? എങ്കിൽ ആ ഒരു പേജിന്റെ ആ ടെക്നിക്ക്, ആ സ്ട്രക്ചർ പഠിച്ചാൽ എല്ലാം പഠിച്ച പോലെ ആയില്ലേ? സെയിം അല്ലേ? യെസ്. ആ ഒരു പേജിനെ എടുക്കുക. ഇനി ആ ഒരു പേജിനെ മാത്രം നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആ ഒരു പേജിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ വ്യക്തമായിട്ട് കാണാം 3 or 4 പാരഗ്രാഫ് ആയിട്ടാണ് ഒരു പേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ പേജുകളും അങ്ങനെ തന്നെ. അപ്പോ ഈ പേജുകൾ ഏതെടുത്തു കഴിഞ്ഞാലും അതിന്റെ ബേസിക് ഘടന പാരഗ്രാഫുകളായിട്ടാണ്. എങ്കിൽ നമുക്ക് ഇനി ഒരു പാരഗ്രാഫ് മാത്രം അനലൈസ് ചെയ്താൽ പോരെ? അപ്പൊ എല്ലാ പാരഗ്രാഫുകളും കിട്ടി, എല്ലാ പേജും കിട്ടി, ആ മൊത്തം ബുക്ക് കിട്ടി, മൊത്തം ഭാഷ കിട്ടി. കറക്റ്റ് അല്ലേ? എങ്കിൽ ആ പാരഗ്രാഫിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഏത് പാരഗ്രാഫ് നോക്കി കഴിഞ്ഞാലും അതൊക്കെ സെന്റൻസുകൾ വെച്ച് നിറച്ചു വെച്ചിരിക്കുകയാണ്. സെന്റൻസുകൾ കൊണ്ടാണ് നിറച്ചു വെച്ചിരിക്കുന്നത്. എങ്കിൽ നമുക്ക് ഒരു സെന്റൻസ് മാത്രം എടുത്താൽ പോരെ? ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടി എന്താണെന്ന്? അങ്ങനെ ഒരു സെന്റൻസ് എന്ന ഘടന മനസ്സിലാക്കിയാൽ നമുക്ക് ആ പാരഗ്രാഫിലുള്ള സകല സെന്റൻസിനെയും പിടികിട്ടി. പാരഗ്രാഫിനെ മനസ്സിലാക്കിയാൽ ആ പേജ് മൊത്തം പിടികിട്ടി. പേജ് മൊത്തം മനസ്സിലാക്കിയാൽ ആ ബുക്കിന്റെ ഘടന മൊത്തം പിടികിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം ഭാഷയുടെ ഘടനയും പിടികിട്ടി. അതുകൊണ്ടാണ് ഒരു സെന്റൻസ് എന്ന ഘടന കീറി മുറിച്ച് എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ മൊത്തം ഭാഷ നമ്മുടെ കൈക്കുള്ളിലായി, നമ്മുടെ കൈപ്പിടിയിലായി എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? എങ്കിൽ നമുക്ക് ഒരു സെന്റൻസിനെ പതുക്കൊന്ന് കീറി മുറിച്ച് നോക്കാം, ഒരു ഓപ്പറേഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതവിടെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. തൊട്ട് കഴിഞ്ഞ പേജില് അവന്റെ സ്പെഷ്യൽ പാർട്സ് ഒക്കെ കാണിച്ചപ്പോ നമ്മൾ വിചാരിച്ചു അവൻ രക്ഷപ്പെട്ടെന്ന്. പക്ഷെ അവനെ കീറി മുറിച്ചിട്ടു അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആള്. ഇതേ കീറി മുറിച്ച് കിടക്കണ കിടപ്പുണ്ട. നിങ്ങൾ നോക്കി കഴിഞ്ഞാല് തലയും ഉടലുമായിട്ട് 2 ഭാഗമായിട്ട് കിടക്കുകയാണ് ഈ പുള്ളിക്കാരൻ. ദാറ്റ് മീൻസ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന ഈ സംഭവം. അപ്പൊ തലഭാഗം ഉണ്ട്, ഉടൽ ഭാഗം ഉണ്ട്. ഓക്കെ, അപ്പൊ സെന്റൻസ്, നമ്മൾ സെന്റൻസിനെയാണ് കീറി മുറിച്ച് പരിശോധിക്കുന്നതെങ്കിലും മനസ്സിലാക്കുക മൊത്തം ഭാഷയുടെ കഥയാണ് നമ്മൾ കൈക്കലാകാൻ പോകുന്നത്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ ഒരു സെന്റൻസിനെ അല്ല പഠിക്കുന്നത്, മൊത്തം ഭാഷയെയാണ്. ഒരു മനുഷ്യനെ കീറി മുറിച്ച് പഠിക്കുമ്പോൾ ആ മനുഷ്യനെ മാത്രമല്ല പഠിക്കുന്നത്, മനുഷ്യവർഗത്തെ മൊത്തം പഠിക്കുന്നതിന് തുല്യമാണ്. അതുപോലെയാണിത്. അപ്പോൾ നോക്കൂ, നൗൺ പാർട്ട് ഉണ്ട്, വെർബ് പാർട്ട് ഉണ്ട്. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾ തിരിച്ചറിയാനുള്ള ഭാഗമാണ്. അതാണ് നൗൺ, പേര്. വെർബ് എന്ന് പറഞ്ഞാൽ അവന്റെ ഈ ആക്ഷൻ കാണിക്കുന്ന, കൈയും കാലും ആക്ഷൻ കാണിക്കുന്ന ഭാഗം, അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കാണിക്കുന്ന ഭാഗം. അപ്പൊ ആദ്യം 2 പാർട്ടായിട്ട് നമ്മൾ അവനെ ഒന്ന് കീറി അങ്ങോട്ട് മുറിച്ചു വെച്ചു. അപ്പൊ മെയിൻ പാർട്ട് നൗൺ പാർട്ടും വെർബ് പാർട്ടും ആയിട്ട് തിരിച്ചു. ഇനി നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരാണ്, ഒരാൾ തിരിച്ചറിയാനുള്ള സംഭവമാണ്, പേരെന്ന് മനസ്സിലാക്കി. അത് തന്നെ നമ്മൾ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ചില വാക്കുകൾ ഉപയോഗിക്കും. അപ്പൊ നൗൺ തന്നെ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പകരനാമം, നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമമാണ്. അപ്പൊ നാമത്തിന് പകരം, അതിനാണ് പകരനാമം, പ്രൊനൗൺ. കണ്ട, ആ വാക്കിൽ തന്നെ അർത്ഥം കിടക്കുന്നുണ്ട്. നമ്മളൊരു എക്സാമ്പിൾ പറയാം. രാജേഷ് ഈസ് മൈ ഫ്രണ്ട്. രാജേഷ് എന്റെ ഫ്രണ്ടാണ്. രാജേഷ് ഈസ് എ വണ്ടർഫുൾ ഫോട്ടോഗ്രാഫർ. രാജേഷ് ഈസ് എ വ്ളോഗർ. രാജേഷ് ഈസ് വെരി സിൻസിയർ. ഞാനിങ്ങനെ എല്ലാ സെന്റൻസിലും രാജേഷ് 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 എന്ന് പറയുന്നത് ശരിക്കും ആവർത്തന വിരസതയാണ്, ബോറിംഗ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? രാജേഷ് എന്ന വാക്കിന് പകരമായിട്ട്, രാജേഷ് എന്ന നാമത്തിന് പകരമായിട്ട് ഏത് വാക്ക് ഉപയോഗിക്കും? നിങ്ങൾക്കറിയാം. ഇനി ഹി എന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഹി എന്ന വാക്ക് ഈ നാമത്തിന് പകരം നിൽക്കുന്നതല്ലേ? ദാറ്റ് മീൻസ് ഈ നൗണിന് പകരം വെച്ച നൗൺ അല്ലേ? അതുകൊണ്ടാണ് ഇതിന് പകരനാമം, പകരനൗൺ, പ്രൊനൗൺ എന്ന് പറയുന്നത്. അപ്പൊ ഹി, ഷീ, ദിസ്, ദാറ്റ്, ഇറ്റ് അങ്ങനെയുള്ള വാക്കുകളൊക്കെ പകരനാമങ്ങളാണ്, പ്രൊനൗൺസ് ആണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ നൗൺസ് പിടികിട്ടി, പ്രൊനൗൺസ് പിടികിട്ടി, മെയിൻ ആയിട്ടുള്ള പേരുകൾ നമുക്ക് പിടികിട്ടി. ഓക്കെ അല്ലേ? ഇനി ഈ പേരുകൾ മാത്രം കിട്ടിയത് കൊണ്ട് വരില്ലേ, അവൻ ഏത് ടൈപ്പ് ആണെന്ന് കാണിക്കണം. രാജേഷ് ഈസ് സിൻസിയർ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആൾ ഏത് തരമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് തരം, ഏത് തരം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നൗണിന്റെ കൂടെ ചില വാക്കുകൾ നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ എന്ത് തരമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്ന വാക്കാണ് ആഡ്ജക്റ്റീവ്. അങ്ങനെ ഞാൻ ഈ പറയുന്നത് ഒരു സൂത്രത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ രാജേഷ് ഈ സിൻസിയർ. രാജേഷ് ഏത് തരം ആളാണ്, എന്ത് തരം ആളാണ്? സിൻസിയർ ആളാണ്. കണ്ട, അപ്പൊ സിൻസിയർ എന്ന വാക്ക് ആഡ്ജക്റ്റീവ് ആണ്. ഫൈൻ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള മേജർ 3 വാക്ക് പിടികിട്ടില്ലേ? ഏത്? നൗൺ എന്താണെന്ന് മനസ്സിലായി, ആളെ സൂചിപ്പിക്കുന്ന. ഇനിയിപ്പോ ഈ ഓരോ വാക്കുകളും എന്താണെന്ന് നമ്മൾ ഇതിന്റെ തൊട്ട് താഴെ വിശദമാക്കി പറയുന്നുണ്ട്. അപ്പൊ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് കാണിക്കുന്നു. പ്രൊനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം ഉപയോഗിക്കുന്ന വാക്കായി. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ആള് അല്ലെങ്കിൽ ഈ സംഗതി ഏത് തരത്തിലുള്ളതാണെന്ന് കാണിക്കാനായിട്ട് ആഡ് ചെയ്യുന്ന വാക്ക് അഡ്ജക്റ്റീവ്. ആ ഒരു ഗ്രൂപ്പ് നമ്മൾ അവിടെ ഫിനിഷ് ചെയ്തു. എങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് ഒന്ന് കടന്നാലോ?
രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ഷൻ കാണിക്കുന്ന ഭാഗമാണ്. ദാറ്റ് മീൻസ് വേർബ് ഓറിയന്റഡ്. വേർബ് ആണ് അതിലത്തെ പ്രധാനപ്പെട്ട പാർട്ട്. ഇനി നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ മനസ്സിലാക്കി നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ രണ്ടും ഒന്ന് തന്നെ. ഇത് ഏത് തരമാണെന്ന് കാണിക്കുന്ന വാക്ക് അഡ്ജക്റ്റീവ്. ഓക്കെ, അതുപോലെ വേർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ അല്ലേ. അപ്പൊ ഈ ആക്ഷൻ എങ്ങനെ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന വാക്ക് ആഡ്വർബ്. സിമ്പിൾ, അത്ര മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ഈ ആഡ്വർബ് എന്ന് പറയുന്ന ആള് കുറച്ച് വിശദമായിട്ട് പല രൂപങ്ങളിലും സ്റ്റേജുകളിലും വന്ന് പല കളികളും കളിക്കുന്ന ഒരാളാണ് ആഡ്വർബ്. നമ്മൾ പ്രിപ്പോസിഷനിൽ ഓൺ എന്നൊരു പ്രിപ്പോസിഷൻ ഉണ്ട്. ഏറ്റവും ട്രബിൾസം ആയിട്ടുള്ള ഒരു പ്രിപ്പോസിഷനാണ് ഓൺ. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്ന ഒരാൾ ഇംഗ്ലീഷിലെ മാസ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ആഡ്വർബ് എന്ന് പറഞ്ഞ സംഭവം, അഡ്ജക്റ്റീവ് കുഴപ്പമില്ല, ഒരു വിധം നമുക്ക് പിടിക്കാൻ പറ്റും. പക്ഷെ ഈ ആഡ്വർബ് ആണ് കുറേയും കൂടിയും ട്രിക്കി ആയിട്ടുള്ള സംഭവം. അപ്പൊ ഈ രണ്ട് തരങ്ങളൊന്നും മനസ്സിലാക്കുക. അപ്പൊ ഈ ആഡ്വർബ് എന്താണ്? ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരം ഭാഷാപരമായിട്ടുള്ള അതിന്റെ ആ പോരുകൾ, അതിന്റെ ആ ഉള്ളുകളികൾ മനസ്സിലാക്കാനായിട്ട് നേരത്തെ നമുക്ക് ആ സ്റ്റോറി ലൈൻ പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെൽ ഫോർമുലയുടെ ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഇത്തരം വിശദമായിട്ടുള്ള ഗ്രാമർ ഭാഗങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഫണ്ടമെന്റൽസ് നേരം പോക്കിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് മിറാക്കിൾ സ്പോക്കൺ ഇംഗ്ലീഷ് ബേസിക് ഉണ്ട്, അഡ്വാൻസ്ഡ് ഉണ്ട്. ഇതെല്ലാം ഇത്തരം ബുക്കുകളെ കുറിച്ചിട്ടുള്ള സകല ഡീറ്റെയിൽസും ആ വെബ്സൈറ്റിൽ കിട്ടും. ഗ്യാപ്പ് ഉള്ളപ്പോൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തോളൂ. അപ്പൊ വെർബ് എന്ന് പറഞ്ഞ പ്രവൃത്തി എങ്ങനെ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നവർക്കാണ് ആഡ് വെർബ് എന്ന് തൽക്കാലം അങ്ങ് മനസ്സിലാക്കുക. ഇതിനപ്പുറം പല കാര്യങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് പറഞ്ഞത് തൽക്കാലം ഒരു ഗ്രിപ്പ് കിട്ടാൻ അത്രയും പിടിച്ചാൽ മതി. അപ്പൊ ആക്ഷൻ പാർട്ടില് വേർബും ആഡ് വെർബും മതി, അവനെ പിടിക്കുക. ഇനി 3 പാർട്സ് ഉണ്ട്. ഈ 3 പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൺജക്ഷൻ, പ്രിപ്പോസിഷൻ, ഇന്റർജക്ഷൻ. അപ്പൊ കൺജക്ഷൻ എന്ന് പറഞ്ഞ വാക്കിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഈ വേർഡുകളിലൊക്കെ അതിന്റെ അർത്ഥം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയ രസം. നമ്മളത് ഒരിക്കലും അന്വേഷിച്ചിരുന്നില്ല ഇത്രയും കാലം. കൺജക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? പല സ്ഥലത്തു നിന്നും റോഡുകൾ വന്ന് ജോയിൻ ചെയ്യുന്ന ആ ഏരിയയാണ് ജംഗ്ഷൻ. ദാറ്റ് മീൻസ് പലതും വന്ന് കൂടിച്ചേരും, അതാണ് ജംഗ്ഷൻ. അപ്പൊ കൺജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോ ജംഗ്ഷൻ, ജങ്ക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റ് ചെയ്യുക എന്നർത്ഥം. അപ്പൊ കോ ജങ്ക്ട് ചെയ്യുക, കോ ജോയിൻ ചെയ്യുക, അതാണ് കൺജങ്ഷൻ. അതായത് രണ്ട് സംഗതികളെ കൂട്ടിച്ചേർക്കുന്ന വാക്കാണ് കൺജങ്ഷൻ. നമ്മൾ ഈ ജംഗ്ഷനിലല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൂടിച്ചേർന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോകുന്നത്. അതുപോലെ രണ്ട് പേരുകൾ തമ്മിലോ രണ്ട് വസ്തുക്കളോ പലതിനെയും തമ്മിൽ നമ്മൾ കൂട്ടിച്ചേർക്കും. ആ കൂട്ടിച്ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് കൺജങ്ഷൻ. ഒരു എക്സാമ്പിൾ, ഇപ്പൊ ജോൺ എന്ന് പറയുന്ന ഒരു വാക്ക് ഒരു നൗണാണ്. ജോൺ എന്റെ ഫ്രണ്ടാണ്, രമേശ് എന്റെ ഫ്രണ്ടാണ്. ഞാൻ ഈ രണ്ട് വാക്കുകളെയും ജോയിന്റ് ചെയ്യാൻ പോവാണ്. ജോൺ ആൻഡ് രമേശ് ആർ മൈ ഫ്രണ്ട്സ്. ഇവർ രണ്ടുപേരും എന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജോൺ ആൻഡ് ഇതിന്റെ രണ്ടിനും ജോയിന്റ് ചെയ്തു. ഏത് വാക്ക് ഉപയോഗിച്ച്? ആൻഡ് വെച്ച്. അപ്പോൾ ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺജങ്ഷൻ. അത്രേ ഉള്ളൂ. അങ്ങനെ ആൻഡ്, ബട്ട്, ബിക്കോസ് ഇത് ഏറ്റവും ലളിതമായിട്ട് പറയുന്നതാണ്. പക്ഷെ ആ ലെവലിലും കുറച്ചധികം കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെയധികം റോൾ കളിക്കുന്നത്, മുൻപ് പറഞ്ഞു. അപ്പൊ ഇതാണ് കൺജങ്ഷൻ. എങ്കിൽ നമുക്ക് പ്രിപ്പോസിഷൻ എന്താണെന്ന് നോക്കാം. അതിന്റെ അർത്ഥവും ആ വാക്കിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ രണ്ട് വാക്കാണ്. പൊസിഷൻ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, അതിന്റെ പ്ലേസ്മെന്റ്, അതായത് ഗതി, സ്ഥാനം എന്നർത്ഥം. പ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നർത്ഥം? മുൻപ്. ഇപ്പൊ നമ്മൾ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇപ്പോഴങ്ങനെ ഒരു ഡിഗ്രി ഇല്ല, പക്ഷെ മുൻപുണ്ടായിരുന്നു. ഡിഗ്രിക്ക് മുൻപുള്ള ആ കോഴ്സിനെ പ്രീ ഡിഗ്രി എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതിനെ +2 എന്ന് പറയും. അപ്പൊ പ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് എന്നർത്ഥം. ഓക്കെ, അപ്പോ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തർത്ഥം? പൊസിഷൻ തന്നെ. അപ്പൊ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ചില വാക്കുകളുടെ മുൻപ്, പ്രീ എന്ന് പറഞ്ഞാൽ അതാണ് മുൻപ് വെക്കുന്ന ചില വാക്കുകളുണ്ട്. അതാണ് പ്രിപ്പൊസിഷൻ. സിമ്പിൾ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഒരു പാൻ എടുക്കുകയാണ്. പാൻ എടുത്തിട്ട് ഞാൻ ഈ ഒരു പേപ്പറിന്റെ അല്ലെങ്കിൽ ഒരു ടേബിളിന്റെ മുകളിൽ വെക്കുകയാണ്. അപ്പൊ ചോദിക്കാൻ നമുക്ക് വേർ ഇസ് ദ പെൻ, ഈ പേന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേന ഈ ടേബിളുമായി ബന്ധപ്പെട്ടിട്ട് ഈ പേനയുടെ പൊസിഷൻ അറിയാൻ വേണ്ടി ഞാനൊരു വാക്ക് വെക്കും. ദ പെൻ ഈസ് ഓൺ ദ ടേബിൾ എന്ന് പറയും. അപ്പൊ ഈ പേനയുടെ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു വാക്ക് ഉപയോഗിച്ചു. ദ പെൻ ഈസ് ഓൺ ദ ടേബിൾ. അപ്പൊ ഈ ഓൺ എന്ന വാക്ക് എന്താണ്? പ്രിപ്പൊസിഷൻ ആണ്. അപ്പൊ ഓൺ, ഇൻ, അറൌണ്ട്, ബൈ ഇങ്ങനെയുള്ള വേർഡുകളിലൊക്കെ നമ്മൾ പ്രിപ്പൊസിഷൻസ് എന്ന് പറയും. ഇത് നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ്സിന്റെ ലാസ്റ്റ് അതിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഒന്ന് കാണിച്ചു തരും. എത്രയും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില പ്രിപ്പൊസിഷൻസ് എന്തൊക്കെ, അതിന്റെ അർത്ഥങ്ങൾ എന്തൊക്കെ. കാരണം പ്രിപ്പൊസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഷാ പഠനത്തിൽ ഏറ്റവും അവസാനം കൈവയ്ക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. സംഗതി വളരെ സിമ്പിളാണ്. ഇൻ, ഓൺ, ഓഫ്, ബൈ ഒക്കെ അല്ലേ എന്ന് പറയും. പക്ഷെ അവനെ കീഴടക്കാനാണ് ഏറ്റവും അധികം എഫേർട്ട് വേണ്ടി വരിക. ഈ ഭാഷാ പഠന രംഗത്ത് അതിലുള്ള ആൾക്കാർ പ്രിപ്പൊസിഷനെ കൊടുക്കുന്ന ഒരു പേരാണ് മർക്കി പ്രിപ്പൊസിഷൻ എന്ന് പറയാ. മർക്കി എന്ന് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടാ. മർക്കി.
മർക്കി പ്രിപ്പോസിഷൻസ്. മർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുരങ്ങനെ പോലെ മർക്കടമുഷ്ടി എന്നർത്ഥം. അതായത് അതങ്ങ് എളുപ്പം കീഴടങ്ങില്ല, നമുക്ക് വഴങ്ങി തരില്ല, അതാണ് അതിന്റെ അർത്ഥം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം, മലയാളം പറയാം, നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ്, ആ ഇംഗ്ലീഷും ഞാൻ പറയാം, ആ പ്രിപ്പോസിഷൻ മാത്രം നിങ്ങളൊന്ന് ഫില്ല് ചെയ്താൽ മതി. എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം, ഐ ഹാവ് നോ മണി ഡാഷ് മീ. ആ ഡാഷ് ഉള്ള സ്ഥലത്ത് നിങ്ങളൊന്ന് ഒരു പ്രിപ്പോസിഷൻ വെച്ച് ഫില്ല് ചെയ്യണം. മിക്കവാറും ആൾക്കാർ ആ പറയാനുള്ള എളുപ്പത്തിൽ അങ്ങ് പറയും ഐ ഹാവ് നോ മണി വിത്ത് മീ എന്ന് പറയാം. ഒരു പക്ഷേ നിങ്ങൾ ചിലരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. ശരിക്കും അവിടെ ഉപയോഗിക്കേണ്ടത് ഐ ഹാവ് നോ മണി ഓൺ മീ എന്നാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഓൺ ആണ് ഒരിക്കലും എളുപ്പം വഴങ്ങാൻ പറ്റാത്ത സംഗതി. നിങ്ങൾ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനോ മറ്റു പല ടഫായിട്ടുള്ള എക്സാമിനേഷനോ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആലോചിച്ചിട്ട് ഒരിക്കലും ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രപ്പോസിഷനാണ് അത് വരുന്നതെങ്കിൽ നിങ്ങൾ ഓൺ അങ്ങോട്ട് കണ്ണടച്ചങ്ങ് എഴുതിക്കുക. അത് മിക്കവാറും ശരിയായിട്ട് വരും, മിക്കവാറും, എല്ലായ്പ്പോഴും അല്ല. അപ്പൊ ഇതുപോലെയാണ് പ്രിപ്പോസിഷന്റെ ഗതി. അപ്പൊ പ്രിപ്പോസിഷൻ എന്ന വാക്ക് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി. അപ്പൊ നമുക്ക് 7 ഭാഗം പിടികിട്ടി. ആദ്യം തലഭാഗത്ത് നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, അത് കഴിഞ്ഞു. അപ്പൊ വെർബ് ഭാഗത്ത് പ്രധാനമായിട്ടും വെർബും ആഡ് വെർബും അല്ലെ. അപ്പൊ 5 കഴിഞ്ഞു. പിന്നെ 6ാമത്തെ വാക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്ന വാക്ക് എന്താണ്? കൺജങ്ഷൻ. പിന്നെ വാക്കുകളുടെ പൊസിഷൻ, അതിന്റെ സ്ഥാനങ്ങൾ കാണിക്കാൻ വേണ്ടി ചില വാക്കുകളുടെ മുൻവശത്ത് വെക്കുന്ന വാക്കാണ് പ്രിപ്പോസിഷൻ. ഫിനിഷ്. ഇനി അവസാനത്തെ 8ാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ഇന്റർജെക്ഷൻ. ഇന്റർജെക്ഷൻ ആണ്, ജംഗ്ഷൻ അല്ല കേട്ടോ, ഇന്റർജെക്ഷൻ. ഇന്റർജെക്ഷൻ എന്ന് പറഞ്ഞാല് ഇങ്ങനെ പെട്ടെന്ന് സഡൻ എക്സ്പ്രഷൻ ചില സമയത്ത് നമ്മൾ സംഭാഷണത്തില് നമ്മുടെ ഭാഷാ പ്രയോഗത്തിലുണ്ടാവും. നമ്മളിപ്പോ എന്തെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അയ്യോ എന്നൊരു വാക്ക്, അല്ലെങ്കിൽ ആഹാ, ഓ, റിയലി, ഇങ്ങനെ ഓരോ സർപ്രൈസ് ചെയ്യുന്ന ഒരു എക്സ്ക്ലമേഷൻസോ അല്ലെങ്കിൽ സഡൻ സർപ്രൈസോ ഒക്കെ കാണിക്കുന്ന ചില വാക്കുകളില് ഓ മൈ ഗാഡ്, അലാസ് എന്നൊക്കെ പറയുന്ന ഒരു ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ് ഉണ്ട്. ഇത്തരം വാക്കുകളെ അല്ലെങ്കിൽ വാചകങ്ങളെയാണ് നമ്മൾ ഇന്റർജെക്ഷൻസ് എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന വാക്കുകളാണ്. അതും ഇതിലുള്ളത് തന്നെയാണ്. അപ്പൊ ഈ 8 തരം വാക്കുകളിനെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സെന്റൻസിനെ കീറി മുറിച്ചപ്പോഴാണ് കിട്ടിയത് എന്ന് കരുതി പാർട്സ് ഓഫ് സെന്റൻസ് എന്ന് പറയാൻ പാടില്ല എന്ന് മനസ്സിലായി. അത് ആദ്യമേ പറഞ്ഞു എന്തുകൊണ്ടാണെന്ന്. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഗ്രേ ചാർട്ടിൽ, നിങ്ങളുടെ PDF ഫയലിന്റെ ഗ്രേ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഓരോ വാക്കുകളിലും എന്തൊക്കെയാണ് വരുന്നത്, എന്താണ് അതിന്റെ അർത്ഥം എന്നതിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നോക്കൂ, നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെയിം ഓഫ് പീപ്പിൾ, പ്ലേസ്, തിങ്സ് ആൻഡ് ഐഡിയാസ്. ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നോക്കൂ, ഓണസ്റ്റി അതൊരു ഐഡിയ അല്ലേ? ഓണസ്റ്റി ഈസ് എ വണ്ടർഫുൾ പോളിസി. ഹാപ്പിനെസ് ഈസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഹാപ്പിനെസ്, ഓണസ്റ്റി, അങ്ങനത്തെ ഉള്ള ഓരോ ക്വാളിറ്റീസ്, അതും ഇതൊക്കെ അങ്ങനെ ഒരുപാട് സംഗതികളൊക്കെ നൗൺസ് തന്നെയാണ്. പ്രൊനൗൺസ് എന്ന് പറഞ്ഞാലോ, പ്രൊനൗൺസ്, വേർഡ്സ് റീപ്ലേസിംഗ് നൗൺസ്. ഇനി നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്കറിയാം ഞാനത് പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ എന്താണെന്ന്. ഓക്കെ അല്ലേ? ഇനി നമ്മള് ഈ പക്ക ഫണ്ടമെന്റൽസിൽ തന്നെ എല്ലാവരും വളരെയധികം ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു ഭാഗമാണ് ആർട്ടിക്കിൾസ് എന്ന് പറയും. ആർട്ടിക്കിൾസ് നമ്മള് എ, ആൻ, ആൻഡ്, ദ. ഇത് പറയുമ്പോൾ തന്നെ തുടങ്ങുന്ന ആൾക്കാർ ദായാണോ ദിയാണോ എന്നൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകളുടെ സംശയം വരുന്ന ഒരു ഭാഗമാണ്. അതൊക്കെ യൂട്യൂബിൽ തന്നെ കുറെ വീഡിയോസ് ഉണ്ട്. എങ്കിലും ഞാൻ ഒരു ഷോർട്ട് ഫോമിൽ ഇതൊക്കെ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം എയും ആനും ധായും തമ്മിലുള്ള വ്യത്യാസം. എയും ആനും ഒരു എന്നുള്ള അർത്ഥമാണ് രണ്ടിനും. ഈ വവൽസ് ഉച്ചരിക്കുന്ന വാക്കുകളുടെ മുമ്പിൽ ആൻ പറയും. അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള ഒരു സുഖത്തിനാണ്. ഇപ്പൊ നമ്മള് ഒരു ആപ്പിൾ എന്ന് പറയുമ്പോൾ എ ആപ്പിൾ എന്ന് പറയാൻ സുഖമില്ലേ? അപ്പൊ അത് പറയുമ്പോ എങ്ങനെയാവും? ആപ്പിൾ. അപ്പൊ അത് ആൻ, അവിടെ ഒരു ചവിട്ടി പറയാൻ വേണ്ടിട്ട് ഒരു എൻ ഉണ്ടെങ്കിൽ ആൻ ആപ്പിൾ, കണ്ട, ആൻ ആപ്പിൾ എന്ന് പറയാൻ സുഖമുണ്ട്. അപ്പോ എ, ഇ, ഐ, ഒ, യു, ഇങ്ങനെ ഈ അക്ഷരങ്ങളല്ല, ഇത്തരം ശബ്ദങ്ങൾ, വവൽസ് ശബ്ദിക്കുന്ന വാക്കുകൾക്ക് മുമ്പിൽ ആൻ പറയണം. ഓക്കെ, അതുകൊണ്ടാണ് ആൻ അംബ്രല എന്ന് പറയുമ്പോൾ അതില് യു ആണെങ്കിലും ആ ശബ്ദിക്കുന്നത് കൊണ്ടാണ്. അല്ലാണ്ട് യു അക്ഷരം നോക്കിയിട്ടല്ല അവിടെ ആൻ പറയുന്നത് കേട്ടോ, ആ എന്ന് ശബ്ദിക്കുന്നത് കൊണ്ട്. അപ്പൊ ഇത്തരം വവൽസ് ശബ്ദിക്കുന്ന വാക്കുകൾക്ക് മുമ്പിൽ ആൻ പറഞ്ഞാലാണ് പറയാൻ സുഖം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ആൻ പറയുന്നത്. അല്ലെങ്കിൽ എ പറയാം, എ ബോയ്. ആൻ ബോയ് എന്ന് പറയേണ്ട കാര്യമില്ലേ? എ ബോയ് എന്ന് പറയാം, എ ബോയ്. ഹീസ് ആൻ ഇന്ത്യൻ. ഇന്ത്യൻ പറയുമ്പോ ഇ എന്നല്ലേ? ശരിക്കും ഐ എന്നാണ് വവലെങ്കിലും ഉച്ചാരണം ഇ ആണ്. ഇ എന്ന ശബ്ദമാണ്. അതുകൊണ്ട് വവൽ എന്ന അക്ഷരം നോക്കിയിട്ടല്ല നമ്മൾ ആൻ പറയേണ്ടത്, വവൽസ് ശബ്ദിക്കുമ്പോഴാണ്. ഇവിടെ ഇ എന്നാണ് ശബ്ദിക്കുന്നത്, അതുകൊണ്ട് ആൻ ഇന്ത്യൻ എന്ന് പറയണം. ഓക്കെ, അപ്പോ വവൽസ് ശബ്ദിക്കുമ്പോൾ ആൻ പറയും, അല്ലെങ്കിൽ എ പറയും. രണ്ടായാലും അർത്ഥം ഒരു എന്നാണ്. അപ്പൊ ഈ എയും ആനും
ഒന്നാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അവൻ അങ്ങ് നമുക്ക് തൽക്കാലം അങ്ങ് മാറ്റി ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. ഏൻ ഒരു എന്നർത്ഥം മാറ്റി വെച്ചു. ഇനിയത്തെ ധ എന്ന വാക്കാണ്. തൽക്കാലം ധ എന്ന് തന്നെ കേട്ട് പിടിക്കി. കാരണം പല ആൾക്കാർക്കും ധായാണോ ധീയാണോ എന്നുള്ള സംശയം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ധായും ഈ എയും ഏനും തമ്മിൽ എന്താ വ്യത്യാസം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വാക്കിന്റെ അർത്ഥം ഞാൻ പറയാം. സിമ്പിള്. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം? ഐ എം ഡെഫിനിറ്റ് അബൌട്ട് ഇറ്റ്. എനിക്ക് അതിനെ കുറിച്ച് നല്ല നിശ്ചയമുണ്ട്. ആർ യു ഡെഫിനിറ്റ്? യെസ്, ഐ എം ഡെഫിനിറ്റ്. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം സർട്ടൺ, ഉറപ്പുണ്ട് എന്നർത്ഥം. ഡെഫിനിറ്റ്. അപ്പൊ ഡെഫിനിറ്റ് ആയിട്ടുള്ള സംഗതികൾ പറയുമ്പോൾ, ഉറപ്പുള്ള സംഗതി പറയുമ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് പറയാം. അപ്പൊ ഡെഫിനിറ്റ് അല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴോ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് പറയാം. അപ്പൊ നമുക്ക് രണ്ടു തരം ആർട്ടിക്കിൾസ് ഇവിടെ ഉണ്ട്. എയും ഏനുണ്ട്, ധായും ഉണ്ട്. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് എങ്ങനെ പറയാൻ നോക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാൻ. സിമ്പിള്. ഇന്നലെ ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു. ഒരു ഏതാണെന്ന് വല്ല ഉറപ്പുണ്ടാവും? ഒരു ഉറപ്പില്ല. ഏതോ ഒരു അത് ഏത് വേണമെങ്കിലും ആവാം. ഐ എം നോട്ട് ഡെഫിനിറ്റ് അബൌട്ട് ദ പേഴ്സൺ. അപ്പൊ ഡെഫിനിറ്റ് അല്ലെങ്കിൽ പറയും ഒരു എന്ന് പറയുള്ളൂ. അപ്പൊ അതിന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ? യെസ്റ്റർഡേ ഐ മെറ്റ് എ ഗേൾ, എ ബോയ്. ഒരു കുട്ടിയെ കണ്ടു, ഒരു. അപ്പൊ ആ ഒരു എന്നുള്ളത് ഇൻഡെഫിനിറ്റ് ആണ്. കാരണം എനിക്ക് അതിനെ കുറിച്ച് ഒരു ഉറപ്പില്ല. പിന്നെ പറയാണ് ആ കുട്ടി നല്ല സ്മാർട്ടാണ് കേട്ടോ. പിന്നെ പറയുമ്പോൾ ഏത് കുട്ടിയെ കുറിച്ച് പറഞ്ഞ? ആ ഇന്നലെ കണ്ട ആ കുട്ടിയില്ലേ? അപ്പൊ ഉറപ്പുണ്ട് ഇത് ഇന്നലെ കണ്ട ആ കുട്ടിയെ കുറിച്ച് പറയണേ. അപ്പൊ നമ്മൾ ഡെഫിനിറ്റ് ആണ്. ആ പ്രത്യേകമായിട്ട് കണ്ട ഒരു കുട്ടിയെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പൊ പ്രത്യേകമായിട്ട് ഇന്ന ആളെന്ന് നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മലയാളം തന്നെ ശ്രദ്ധിക്കൂ. അപ്പൊ അറിയാൻ പറ്റും എന്റെ അർത്ഥം. ഇന്നലെ ഞാൻ ഒരു കുട്ടിയെ കണ്ടു, ആ കുട്ടി നല്ല സ്മാർട്ടാണ് കേട്ടോ. പിന്നെ ആ എന്നാ പറഞ്ഞ? ഇന്നലെ എന്താ പറഞ്ഞ? ഇന്നലെ ഒരു കുട്ടിയെ കണ്ടു, ആ കുട്ടി സ്മാർട്ടാണ്. യെസ്റ്റർഡേ ഐ മെറ്റ് എ ഗേൾ, ദ ഗേൾ വാസ് സ്മാർട്ട്. രണ്ടാമത് പറഞ്ഞപ്പോ ഡെഫിനിറ്റ് ആയി. അപ്പൊ ഞാൻ എന്നല്ല പിന്നെ പറയുന്നത് ദ ഗേൾ. അപ്പൊ ഡെഫിനിറ്റ് ആണെങ്കിൽ ദാ പറയാ, ഡെഫിനിറ്റ് അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഏയോ ഏനോ പറയാ. അപ്പൊ ഏയും ഏനും ഇൻഡെഫിനിറ്റ് ആണെന്നും ദ ഡെഫിനിറ്റ് ആണെന്നും മനസ്സിലായി. ഇനി ഈ ദായുടെ ഉച്ചാരണം നമ്മൾ ഏയും ഏനും പറയാൻ വേണ്ടിയിട്ടുള്ള നിയമം എന്തായിരുന്നു? വവൽസ് പറയുന്നിടത്ത് ഏൻ പറയണം. അതേ നിയമം തന്നെ ഇവിടെ ദായ്ക്കും പറയാ. വവൽസ് ശബ്ദിക്കുമ്പോ ദി എന്ന് പറയാ, അല്ലെങ്കിൽ ദ എന്ന് പറയാ. ഇപ്പൊ ദി ഇന്ത്യൻ ടീം, ദ ഇന്ത്യൻ ടീം എന്ന് പറയില്ല. ദി ഇന്ത്യൻ ടീം, ദി ഇന്ത്യൻ ടീം. പാകിസ്ഥാൻ പറയണെങ്കിലോ ദി പാകിസ്ഥാൻ എന്ന് പറയില്ല, ദ പാകിസ്ഥാൻ, ദ പാകിസ്ഥാൻ. അപ്പോ വവൽസ് ശബ്ദിക്കുന്നവർക്ക് ദി ചേർത്ത് പറയാ, അല്ലാത്തവർക്ക് ദ പറയാ. ഇതാണ് എന്റെ സിമ്പിൾ നിയമം. അപ്പൊ അത് കഴിഞ്ഞില്ലേ? ഫിനിഷ്. ഇതൊക്കെ എളുപ്പം മനസ്സിലാക്കാം. പക്ഷെ ഈ ദ എപ്പോ എവിടെ എങ്ങനെ ഉപയോഗിക്കണം അവിടെയാണ് എല്ലാവരും മെനി പീപ്പിൾ falter in this aspect. അവർ കാലിടറി വീഴുന്നത് ഇവിടെയാണ്. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ദാക്ക് ഇതൊരല്പം സ്പെഷ്യലൈസ് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. എങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും തിരി അറിയേണ്ടതായിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് നമുക്ക് തുടക്കത്തിൽ അതിന്റെ പക്ക ഫണ്ടമെന്റൽ ഒന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ ആ എക്സാമ്പിൾസ് നോക്കി. ഹി ഈസ് വർക്കിംഗ് ഇൻ ദ UK, ഇൻ ദ UK, ഇൻ ദ US. പക്ഷെ ഇൻ ദ ഇന്ത്യ എന്ന് പറയില്ല. അവിടെ തന്നെ മനസ്സിലാക്കുക, പല രാജ്യങ്ങളും പല ജിയോഗ്രഫിക്കൽ യൂണിറ്റ്സും ചേർന്ന് ഒരു രാജ്യമായി മാറുന്ന സ്ഥലമുണ്ട്. അത് അമേരിക്ക അങ്ങനെയാണ്, റഷ്യ അങ്ങനെയാണ്, ഇംഗ്ലണ്ട് അങ്ങനെയാണ്. ദ UK. ഓക്കെ, ദ UK എന്ന് പറയാൻ കാരണം ഇംഗ്ലണ്ട്, വെയിൽസ്, അയർലൻഡ് അങ്ങനെ പല സ്ഥലങ്ങളിൽ ചേർന്നിട്ടാണ് യുണൈറ്റഡ് കിങ്ഡം, UK. അപ്പോ ഹീസ് വർക്കിംഗ് ഇൻ ദ UK എന്ന് പറയണം. ഇൻ UK പറയാൻ പറ്റില്ല. അത് തന്നെയാണ് ഇൻ ദ USA പറയുമ്പോൾ അത് തന്നെയാണ് അർത്ഥം. പക്ഷെ അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങൾ പറയുമ്പോൾ ദ വേണ്ട. ഒന്നാമത്തെ നിയമം. സെക്കൻഡ് നോക്കിയേ, ദ ഇന്ത്യൻസ്, ദ ഇംഗ്ലീഷ്. ഇത് പറയുമ്പോൾ അത് ആ സ്ഥലത്തുള്ള ആളുകൾ എന്നാണ് അർത്ഥം. ദ ഇന്ത്യൻസ് ആർ, ദ ഇംഗ്ലീഷ് ആർ, ഇംഗ്ലീഷുകാരെന്നർത്ഥം. ദ ഫ്രഞ്ച് ആർ റൊമാൻറ്റിക്, ദ ഫ്രഞ്ച് എന്ന് പറയും. ദ നെഹ്റൂസ്, അമരി, ദ ജോൺസ്, ഇങ്ങനെ ഓരോ പേരുകളുടെ മുമ്പിൽ ദാ വെച്ച് പറയുമ്പോൾ ആ കുടുംബത്തിലുള്ളവർ എന്നർത്ഥം. ദാറ്റ് ഫാമിലി എന്നർത്ഥം. യെസ്റ്റർഡേ ഐ വിസിറ്റഡ് ദ ജോൺസ് ഓൺ ദ വേ ബാക്ക്. മടങ്ങി വരും വഴി ഞാൻ ജോണിന്റെ കുടുംബത്തെ സന്ദർശിച്ചു എന്നർത്ഥം. ഐ വിസിറ്റഡ് ദ ജോൺസ്. അപ്പൊ അതങ്ങനെ. അപ്പൊ ദാ എവിടെ ഉപയോഗിക്കാവുന്ന രണ്ടാമത്തെ ഒരു പോയിന്റ് പിടികിട്ടില്ലേ? മൂന്നാമത്തെ നോക്കൂ. ദ ഗീത, ദി ബൈബിൾ, ദ ഖുർആൻ. പ്രധാനപ്പെട്ട അത്തരം സ്ക്രിപ്റ്റേഴ്സിന് മുമ്പിൽ ദാ പറയും. ദി താജ്മഹൽ, അങ്ങനത്തെ പ്രധാനപ്പെട്ടതൊക്കെ പറയും. ദി ബെസ്റ്റ് പ്ലെയർ, ദ ചീപ്പസ്റ്റ്. നമ്മൾ കണ്ട ദ ബെസ്റ്റ് EST വെച്ചിട്ട് അങ്ങനെ പറഞ്ഞ സൂപ്പർലേറ്റീവ്സ് ഇല്ലേ? ദ ചീപ്പസ്റ്റ്, ദ ഗ്രേറ്റസ്റ്റ്, ദ ടാളസ്റ്റ്, അങ്ങനെ EST വെച്ച് പറയുന്ന അല്ലെങ്കിൽ ബെസ്റ്റ് വെച്ച് പറയുന്ന സൂപ്പർലേറ്റീവ്സ് പറയുമ്പോൾ ദി ചേർത്തിരിക്കണം. നെക്സ്റ്റ്, സെല്ലിംഗ് റൈസ് ബൈ ദ കിലോ, ബൈ ദ ഡസൻ. കിലോസ്, ഡസൻസ്, ഇതൊക്കെ പറയുമ്പോൾ ദാ വരും. അതുപോലെ തന്നെയാണ് ഹി പ്ലേസ് ദ വയലിൻ, ദ ഫ്ലൂട്ട്. ഇങ്ങനത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്നതിനെ ദാ വെച്ച് പറയണം. അത്യാവശ്യം ഇത്രയും പിടികിട്ടിയാൽ മതി. വല്ലാതെ അങ്ങ് ഇപ്പൊ സ്പെഷ്യലൈസ് ചെയ്യാൻ നിൽക്കണ്ട. നമുക്ക് അതിന്റെ ആവശ്യമില്ല. തൽക്കാലം ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ഇത് തന്നെ നമ്മുടെ ഭാഷയിൽ ഒന്ന് കൊണ്ടുവന്നാൽ യു വിൽ ബി വണ്ടർഫുൾ.
തകർക്കും ഇംഗ്ലീഷ് ഭാഷയിൽ. ഇനി ചിലടത്ത് ദാ ഉപയോഗിക്കരുതെന്നും പറയും, ഉപയോഗിക്കാമെന്നും പറയും. രണ്ട് തരാണ്. അമ്മയെ തല്ലിയാലുണ്ട് രണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെയാണ് ദാ ചിലടത്ത് ഉപയോഗിക്കണം, അവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയുള്ളൊരു അങ്ങനെ ഒരു ചിന്തയുണ്ട്. അതിൽ അർത്ഥമുണ്ട്, അതിൽ കാര്യമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ദാ ഉപയോഗിച്ചും പറയാം, ഉപയോഗിക്കാതെയും പറയാം. രണ്ട് തരത്തിൽ പറയുമ്പോഴും രണ്ട് അർത്ഥമാണുള്ളതെന്ന് അർത്ഥം. അതിന്റെ ഈ ഒരു ഗ്രൂപ്പ് നോക്കൂ. ലിസണിങ് ടു മ്യൂസിക് ഈസ് റിലാക്സിങ്, അല്ലെങ്കിൽ ഐ ലവ് ടു ലിസൺ ടു മ്യൂസിക്. എനിക്ക് മ്യൂസിക് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. മ്യൂസിക് എന്ന് പറയുമ്പോൾ ഇത്തരം ആശയങ്ങൾ പറയുമ്പോൾ വലിയൊരു പ്രപഞ്ച സത്യം എന്ന പോലെ വളരെ വിശാലമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു സംഭവം എന്നുള്ള ഒരു ഫീലിംഗിൽ നിങ്ങൾ എന്തെങ്കിലും പറയാം. മ്യൂസിക്, ഓണസ്റ്റി, ഹാപ്പിനെസ്, പീസ്, ഇങ്ങനെയൊക്കെയുള്ള ആ ബൃഹത്തായിട്ടുള്ള ആശയങ്ങൾ പറയുമ്പോൾ അതിനെ നമ്മൾ ദാ ചേർത്ത് പറയരുത്. അതിങ്ങനെ പരന്ന് കിടക്കട്ടെ. നേച്ചർ ഈസ് എ വണ്ടർഫുൾ ഹീലർ. എല്ലാ മുറിവുകളും ഉണങ്ങുന്ന ഒരു അത്ഭുത വൈദ്യനാണ് പ്രകൃതി, നേച്ചർ എന്നൊക്കെ പറയും. അപ്പൊ അതിൽ നോക്കി അമ്മയെ തന്നെ ഗോഡ് പറയുമ്പോൾ ദൈവത്തെ കുറിച്ച് തീർച്ചയായിട്ടും അങ്ങനെ പറയണം. ഐ ലവ് ഗാഡ്. യെസ്റ്റർഡേ ഐ ടോക്ഡ് ടു ഗാഡ്. ഐ പ്രേ ടു ഗാഡ് എന്നർത്ഥം. ഐ പ്രേ ടു ദ ഗോഡ് എന്ന് പറയാൻ പാടില്ല. ഐ പ്രേ ടു ഗാഡ് എന്ന് പറയും. ഗാഡ്. ഇതേപോലെ തന്നെ ഐ വാച്ച് ദ TV ഫോർ സം ടൈം. ടിവിയും ആ ഗ്രൂപ്പിൽ തന്നെയാണ്. യെസ്റ്റർഡേ ഐ വാച്ച് ദ TV ഫോർ സം ടൈം. കുറച്ചു നേരം ഞാൻ TV കണ്ടിരുന്നു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ആ ഒരു ഗംഭീരമായിട്ടുള്ള ആശയങ്ങൾ പറയുമ്പോ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് പറയും. പക്ഷെ ഇത് തന്നെ ദാ വെച്ചും പറയാം. അപ്പൊ ആ ഗംഭീരമായിട്ടുള്ള സംഗതി ചുരുങ്ങി വരും. ഇപ്പൊ നമ്മള് ദാ ഇല്ലാതെ പറയുമ്പോ യുനോ ഓണസ്റ്റി ഈസ് ദ ഗ്രേറ്റസ്റ്റ് വെർച്യൂ ഓഫ് ഹ്യൂമാനിറ്റി എന്നൊക്കെ പറയുമ്പോൾ ദാ ഭയങ്കര റേഞ്ചിലേക്കാണ് പോയി. കാരണം ഓണസ്റ്റി എന്ന് പറഞ്ഞേ അതിങ്ങനെ ഒരു പരിധിയും ഇല്ലാതെ അങ്ങ് കിടക്കല്ല. അപ്പൊ ഓണസ്റ്റി എന്ന് പറയും. അതേപോലെ തന്നെ നേച്ചർ ഈസ് ദ വണ്ടർഫുൾ മ്യൂസിഷ്യൻ എന്നൊക്കെ പറയുമ്പോഴും നേച്ചർ എന്ന് പറയുമ്പോൾ ആ ബിഗർ ഡയമെൻഷനിലേക്ക് പോയി. പക്ഷെ ഈ വാക്കുകളെല്ലാം നമുക്ക് ദാ വെച്ച് പറയുമ്പോൾ ചുരുങ്ങി വരും. നോക്കിയോളൂ. ദ നേച്ചർ ഓഫ് യുവർ സ്പീച്ച്, ദ നേച്ചർ ഓഫ് ഹിസ് വേർഡ്സ്, ദ നേച്ചർ ഓഫ് ഹിസ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ അവന്റെ പെരുമാറ്റത്തിന്റെ ആ ഒരു സവിശേഷത, ആ ഒരു പ്രകൃതം. പ്രകൃതി എന്ന് പറയുന്ന ഭയങ്കര സംഭവമല്ല, അവന്റെ ആ സംഭാഷണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ചുരുക്കി പറഞ്ഞില്ലേ. അങ്ങനെ ഒരു സ്പെഷ്യലൈസ് ചെയ്ത് ചില ഭാഗത്തിനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുമ്പോൾ ദ നേച്ചർ എന്ന് പറയും. അപ്പൊ ദാ വെച്ച് പറയാം. അതല്ലാതെ പറഞ്ഞു കിടക്കുന്ന പ്രകൃതിയെ സൂചിപ്പിക്കുമ്പോൾ നേച്ചർ എന്ന് പറയും. അതല്ല, നീ പറഞ്ഞ വാക്കിന്റെ ആ ടോൺ, ആ നേച്ചർ എനിക്ക് ഇഷ്ടമായില്ല. ഐ ഡിഡ്ന്റ് ലൈക്ക് ദ നേച്ചർ ഓഫ് യുവർ ടോക്ക്, ദ നേച്ചർ ഓഫ്. അപ്പൊ നിങ്ങളുടെ ആ സംഗതിയുടെ ആ പ്രകൃതം എന്ന് പറയുമ്പോൾ ദ നേച്ചർ, അതല്ല എന്ന് പറയുമ്പോൾ നേച്ചർ. ഇങ്ങനെയാണ് ഇത് ദാ വെച്ചും ദാ വയ്ക്കാതെയും പറയുമ്പോഴുള്ള അർത്ഥ വ്യത്യാസം. ഇതേ സംഗതി തന്നെ ചില പർട്ടിക്കുലർ ബിൽഡിങ്സ് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ. ഏതാ ബിൽഡിംഗ് നോക്കിയേ. സ്കൂൾ, കോളേജ്, കോർട്ട്, ചർച്ച്, ഹോസ്പിറ്റൽ, ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ വിശാലമായിട്ടുള്ള ഉപയോഗം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഓണസ്റ്റി, ഹാപ്പിനെസ് എന്നുള്ള വിശാലമായ തലത്തിൽ കൂടെ പറയുമ്പോൾ അവിടെ ദാ പറഞ്ഞില്ലല്ലോ. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, കോളേജ്, യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള ആ ബിൽഡിങ്സ് അതിന്റെ വിശാലമായിട്ടുള്ള അതിന്റെ മെയിൻ ഉപയോഗത്തിന്, പൊതു ഉപയോഗത്തിനായിട്ട് അതിന്റെ യൂണിവേഴ്സൽ ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ദാ പറയാൻ പാടില്ല. നേച്ചറും ഗോഡും പറയുന്ന പോലെ തന്നെ. പക്ഷെ അതല്ലാതെ നമ്മൾ നമ്മുടെ ഒരു പ്രത്യേക ആവശ്യത്തിന് നമ്മൾ പറയുമ്പോൾ ആ ഒരു ബിൽഡിംഗ് എന്നുള്ള തരത്തിൽ കൂടെ പറയുമ്പോൾ ദാ പറയാം. എന്റെ ബെസ്റ്റ് എക്സാമ്പിൾ, മൈ സൺ ഈസ് ഗോയിങ് ടു സ്കൂൾ എന്ന് പറയാം. എന്റെ മകന് സ്കൂളിലേക്ക് പോകണം, കാരണം അവൻ പഠിക്കാനേ പോകണം. അപ്പൊ ഇത്തരം ബിൽഡിങ്ങുകൾ അതിന്റെ പർപ്പസിന് വേണ്ടി പറയുമ്പോൾ ദാ പാടില്ല. അപ്പൊ കുട്ടി സ്കൂളിലേക്ക് പോകുന്നത് പഠിക്കാനോ പഠിപ്പിക്കാനോ എന്തോ ആയിക്കോട്ടെ, അതിന്റെ പർപ്പസിനല്ലേ. എങ്കിൽ പറയാം, എങ്ങനെ പറയും, മൈ സൺ ഈസ് ഗോയിങ് ടു സ്കൂൾ. അപ്പൊ കാലത്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് പറയാണ്. ഇനി ഈവനിങ് ആയപ്പോ അവനെ തിരിച്ചു കൊണ്ടുവരാൻ, അവനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ബസ്സില്ല. ഈ മമ്മി പറയാണ് ഐ ആം ഗോയിങ് ടു ദ സ്കൂൾ എന്ന്. കാരണം ഇവള് പോകുന്നത് പഠിക്കാനോ പഠിപ്പിക്കാനോ അല്ല, ഇവളുടെ കുട്ടിയെ പിക്ക് ചെയ്യാനാ. അപ്പൊ വേറെ ആ ബിൽഡിങ്ങിന്റെ അതിന്റെ യൂണിവേഴ്സൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഇവള് പോകുന്നത്. അപ്പൊ ഇവൾക്ക് അതൊരു ബിൽഡിംഗ് ആണ്. അങ്ങനെ വരുമ്പോ ദ സ്കൂൾ എന്ന് പറയണം. ഇവള് അങ്ങനെ പറഞ്ഞേ പറ്റൂ. ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്ന് ഇവള് പറഞ്ഞു കഴിഞ്ഞാലും അർത്ഥം മാറി. ഓക്കെ അല്ലേ? അപ്പൊ മൈ സൺ ഈസ് ഗോയിങ് ടു സ്കൂൾ ആൻഡ് ഐ ആം ഗോയിങ് ടു ദ സ്കൂൾ. രണ്ട് സമയത്തും ഇവള് പറയുന്ന എക്സാമ്പിള് രണ്ട് തരത്തിലൂടെ ആയിരിക്കണം, എങ്കിലേ ആ അർത്ഥം കറക്റ്റ് ആവുള്ളൂ. ഇപ്പൊ അതാണ് ഇത് ഹോസ്പിറ്റൽ പറയുമ്പോഴും ഈ സി ഐ എം ഗോയിങ് ടു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഞാൻ പേഷ്യന്റ് ആണ് അല്ലെങ്കിൽ ഞാൻ ഡോക്ടറാണ്. അല്ലാതെ ആ ഹോസ്പിറ്റലിന്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പോകുമ്പോഴാണ് ഐ എം ഗോയിങ് ടു ഹോസ്പിറ്റൽ എന്ന് പറയുക. ഐ എം ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ മാതിരിയുള്ള ചികിത്സയ്ക്കോ ചികിത്സിക്കാനോ അല്ല, അവിടെ കിടക്കുന്ന ഒരു ഫ്രണ്ടിനെ കാണാൻ, അല്ലെങ്കിൽ ആ ബിൽഡിംഗ് പെയിന്റ് അടിക്കാൻ, അല്ലെങ്കിൽ മറ്റു പല പർപ്പസിന് ആ ബിൽഡിംഗ് എന്നുള്ള രീതിയിൽ പോകുമ്പോൾ ദ ഹോസ്പിറ്റൽ എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം. സിമ്പിളാണ്. ഇപ്പൊ ആ ഒരു ഭാഗം മനസ്സിലായില്ലേ?
ഇത് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കുറച്ച് ഒന്ന് രണ്ട് ചെറുകിട നേരമ്പോക്ക് പൊടിക്കൈകൾ കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമ്മൾ പ്രൊനൗൺസ് പറഞ്ഞു, നമ്മൾ ഹീയും ഷീയും ഐയും യു ഇതൊക്കെ പ്രൊനൗൺസ് ആണെന്ന് പറഞ്ഞു. ഇതിൽ തന്നെ സിംഗുലറും പ്ലൂറലും എളുപ്പം തിരിച്ചറിയാനുള്ളൊരു സൂത്രവിദ്യയാണ്. നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ളതാണ്. ഇത് ഞാനും അങ്ങനെ ചില മാസ്റ്റേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അയ്യോ ദേവി എന്ന് പറയും. അയ്യോ ദേവി എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ അറിയുന്ന പോലെയൊക്കെ തോന്നും. ഐ യു ദേ വി, ഈ 4 പ്രൊനൗൺസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഐ യു ദേ വി ഒന്ന് സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ദേവി എന്ന് കേൾക്കും. അപ്പൊ അയ്യോ ദേവി പ്ലൂറലാണ്. അപ്പൊ ഞാൻ പറയാ ഹീയും ഷീയും ഒറ്റക്കെട്ടാണ്. ദാറ്റ് മീൻസ് ഹീയും ഷീയും അവളെ പിരിക്കാൻ പറ്റില്ല. ഷീ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ തന്നെ ഹീ കാണാം, ആ എസ് മാറ്റി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് പറഞ്ഞാൽ അവർ ഒറ്റക്കെട്ടാണ്, പിരിക്കാൻ പറ്റില്ല. പിരിച്ചു കഴിഞ്ഞാൽ രണ്ടൊറ്റയ്ക്ക് തന്നെ. ദാറ്റ് മീൻസ് ഹീയും ഷീയും എപ്പോഴും ഒറ്റയ്ക്കാ. ഹീ എന്ന് പറഞ്ഞാലും സിംഗുലറാണ്, ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സിംഗുലറാണ്. പക്ഷെ അയ്യോ ദേവി എന്നിട്ടൊരു എക്സാമ്പിൾ ഒരു കഥ പറയും. അയ്യോ ദേവി അവരെ പിരിക്കാൻ പറ്റില്ല കേട്ടോ, അവരൊറ്റക്കെട്ടാണെന്ന് പറയും. അവരുദ്ദേശിക്കുന്നത് ഷീനെയാണ്. അയ്യോ ദേവി അവളെ, ശരിക്കും അവളെ എന്ന് പറയുന്നത്, കാരണം ഷീനാണ് പിരിക്കാൻ പോകുന്നത്. അപ്പൊ ഷീയും ഹീയും സിംഗുലർ, ഐയും യുവും ദയും വിയും പ്ലൂറൽ. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു ഇത് നേരമ്പോക്കിയോടെ നമ്മുടെ പർപ്പസ് നടക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അല്ലാണ്ട് ഇതിന്റെ വലിയ ഗ്രാമാറ്റിക്കൽ റൂൾസിന്റെ ബേസിൽ പറയുന്നൊന്നുമില്ല. പക്ഷെ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നത് മാത്രം. ഇതേപോലെ തന്നെ ആളുകൾ പലപ്പോഴും തെറ്റ് വരുത്തുന്ന 2 വാക്കാണ് പീപ്പിൾ ആൻഡ് പോലീസ്. പോലീസ് ഉച്ചാരണമൊക്കെ പഠിക്കുമ്പോ അതൊക്കെ വേറൊരു റേഞ്ചാണ്. നമുക്ക് അടുത്ത ആപ്പിൽ നോക്കാം. പീപ്പിൾ ആൻഡ് പോലീസ്. പീപ്പിൾ എന്നുള്ള വാക്ക് സംഗതി അതിൽ എസ് ഒന്നും കാണില്ല. പീപ്പിൾസ് എന്നുള്ള വാക്ക് വേറെ ഉണ്ട്. അത് ജനപദങ്ങൾ, പല രാജ്യങ്ങളിലെ ജനവിഭാഗങ്ങളെ സൂചിപ്പിക്കുന്ന പീപ്പിൾസ്. അതല്ലാതെ പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ, അതൊരു പ്ലൂറലാണ്. സിംഗുലർ പറയുമ്പോൾ പേഴ്സൺ എന്ന് പറയണം. പേഴ്സൺ, കൂടുതൽ പേഴ്സൺ ആകുമ്പോൾ പേഴ്സൺസ്, അതിന് തന്നെ നമുക്ക് വേണമെങ്കിൽ പീപ്പിൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറലാണ്. അത് ഒരുവിധം ആളുകൾ കൈക്കിൽ പിടികിട്ടും. പക്ഷെ പോലീസ് എന്ന് പറയുമ്പോൾ പ്ലൂറലായിട്ട് എടുക്കില്ല. ദ പോലീസ് ഈസ് കമ്മിങ് എന്നൊക്കെ പറയുള്ളൂ. ദ പോലീസ് ഈസ് ഇൻട്രസ്റ്റഡ്. നോ, പോലീസ് ആർ കമ്മിങ്. ദ പോലീസ് ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഇൻ ടു ഇറ്റ്. ഇത് എളുപ്പം ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമരക്കാര് ജയ് വിളിക്കുന്ന ആ ഒരു രംഗം ഓർത്താൽ മതി. പുല്ലാണേ പുല്ലാണേ, പോലീസും പീപ്പിളും പുല്ലാണേ എന്ന് ഓർക്കുക. നേരമ്പോക്കാണ് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. പോലീസും പീപ്പിളും പുല്ലാണ് എന്ന് പറഞ്ഞത് പോലീസും പീപ്പിളും പ്ലൂറലാണ് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ ദ പീപ്പിൾ ആർ ഗോയിങ് ദെയർ, പോലീസ് ആർ സ്റ്റോപ്പിംഗ് ദം. പീപ്പിൾ ആർ സ്ട്രൈക്കിംഗ്, പീപ്പിൾ ആർ സ്ട്രഗ്ലിംഗ്, പീപ്പിൾ ആർ ഫൈറ്റിംഗ്, ദ പോലീസ് ആർ ബ്ലോക്കിംഗ് ദം. കണ്ടാ, പീപ്പിൾ ആർ, പോലീസ് ആർ, ഇതൊക്കെ വെക്കുമ്പോൾ ആർ ആ പ്ലൂറൽ ട്രാക്കിലൂടെ അങ്ങോട്ട് കടത്തി വിടാനായിട്ട് പറ്റണം. ഇതാണ് പീപ്പിൾ ആൻഡ് പോലീസ്. ഇനി അവസാനം നിങ്ങൾക്ക് ചെറിയ ആ ഒരു PDF ചിത്രം കണ്ടാൽ അറിയാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള പ്രിപ്പോസിഷൻസിന്റെ ഇന്ന്, ഓണ്, എച്ച്, ബൈ, അറൌണ്ട്, ത്രൂ, ഇങ്ങനെയുള്ള വേർഡ്സിന്റെ ഒക്കെ, ഇങ്ങനെയുള്ള പ്രിപ്പോസിഷൻസിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം അത് പറഞ്ഞു തന്നാൽ മാത്രം നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു പിക്ചറസ്ക് രീതിയിൽ, ഒരു പിക്ചറിന്റെ സഹായത്തോടു കൂടി അത് കണ്ടു കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, നിങ്ങൾക്ക് അതിന്റെ അർത്ഥം പിടികിട്ടും. അപ്പൊ ഈ പിക്ചർ ജസ്റ്റ് ഒന്ന് നോക്കുക. പ്രിപ്പോസ് ടു സ്റ്റാർട്ട് വിത്ത് എന്നുള്ള ആ ഒരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ ഓരോ പ്രിപ്പോസിഷന്റെയും അർത്ഥം എന്തെന്ന്, അതായത് അതിന്റെ അപ്പോസിഷൻ, കാരണം പ്രിപ്പോസിഷൻ എന്ന വാക്ക് തന്നെ രണ്ടും തമ്മിലുള്ള അപ്പോസിഷൻ കാണിക്കുന്നല്ലേ. അപ്പോൾ ഓരോ വസ്തുക്കളുടെ അപ്പോസിഷനിങ്, അതിന്റെ ആ ബന്ധം എങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിത്രമാണിത്. ഇത് ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. ഇത് പ്രത്യേകിച്ച് പറയാനോ പഠിപ്പിക്കാനോ ഇല്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന പ്രിപ്പോ ഗെയിം എന്ന് നോക്കുക. ഓരോ വാക്കുകൾക്ക് തമ്മിൽ ഏത് പ്രിപ്പോസിഷനാണ് അനുയോജ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കി, നമ്മൾ നോക്കുന്ന പിക്ചറിൽ ലെഫ്റ്റ് സൈഡിൽ ആ വലിയ ബിൽഡിംഗ് സ്കൂളാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ചർച്ച്. ഒരു കുരിശൊക്കെ വെച്ച് കണ്ടിട്ടില്ലേ, ചർച്ച്. സ്കൂളിനെ സംബന്ധിച്ച് ഈ ചർച്ച് അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്, അല്ലെങ്കിൽ ചർച്ചിനെ സംബന്ധിച്ച് സ്കൂൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പൊ ഇത് ഓപ്പോസിറ്റ് ആണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെങ്കിൽ ദ ചർച്ച് ഈസ് ഓപ്പോസിറ്റ് ദ സ്കൂൾ, അല്ലെങ്കിൽ ദ സ്കൂൾ ഈസ് ഓപ്പോസിറ്റ് ദ ചർച്ച്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓപ്പോസിറ്റ് ടു എന്ന് വെച്ചിട്ട് ഒരു എക്സ്ട്രാ ബൂസ്റ്റ് കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ആ എക്സ്ട്രാ ബൂസ്റ്റ് വേണ്ട, ഉള്ളത് പോലെ പറഞ്ഞാൽ മതി. ദ ചർച്ച് ഈസ് ഓപ്പോസിറ്റ് ദ സ്കൂൾ, അല്ലെങ്കിൽ ദ സ്കൂൾ ഈസ് ഓപ്പോസിറ്റ് ദ ചർച്ച്, ഇത്രയും പറഞ്ഞാൽ മതി. ഇതുപോലെ അതിലുള്ള എക്സാമ്പിൾസ് കംപ്ലീറ്റ് നോക്കി കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ്, ഓൺ, ബിഫോർ, ഇൻ ഫ്രണ്ട് ഓഫ്, മുൻപില്, പുറകില്, സൈഡില്, അങ്ങനെയൊക്കെയുള്ള ആ എല്ലാ പ്രിപ്പോസിഷൻസും എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരൊറ്റ പിക്ചറിൽ അതിന്റെ നോക്കിക്കൊണ്ട് ആ താഴെയുള്ള ആ എക്സാമ്പിൾസ് ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ആ എക്സാമ്പിൾസിൽ ആ ഡോട്ട്സ് ഇട്ട് കൊടുക്കാനുള്ള പ്രിപ്പോസിഷനും അതിന്റെ വലതു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് ചുമ്മാ ചേർത്ത് വെച്ചൊന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് ആ പിക്ചർ ഒന്ന് നോക്കി കറക്റ്റ് ആണോ അല്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് ഓക്കെ.